സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നോക്കിയ 105 RM908 ചാർജിങ് ജമ്പർ കൺഷൻഷനെ കുറിച്ചാണ്. ചാർജിങ്ങിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരാം, അതിനെങ്ങനെയൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ചാർജിങ് പോയിൻറ്റുകൾ ഇത് കണ്ടോ, ഇതുപോലെ ഡാമേജാണ്. ഈ ഭാഗമെല്ലാം കത്തിയ പോലെ പോയേക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കോണ്ടാക്റ്റുകളും ഇത് ടച്ച് ആകാത്തതുകൊണ്ടാണ് ചാർജ് കയറാത്തത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ എങ്ങോട്ടാണെന്ന് കയറുന്നതെന്ന് അറിയണം. നെഗറ്റീവ് നമുക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്താൽ മതി. പോസിറ്റീവ് കണക്ഷൻ ഏതാണ് എന്നറിയണം. അപ്പോൾ അങ്ങനെ വരുന്ന ഏത് ഫോൺ ആയാലും പോസിറ്റീവ് ചാർജിങ് ഏതാണെന്ന് അറിയാനായിട്ട് ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അനലോഗ് മൾട്ടിമീറ്റർ ആണെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു പ്രോബ് നെഗറ്റീവിൽ വയ്ക്കുക, മറ്റൊരു പ്രോബ് ഇങ്ങോട്ട് മുട്ടിച്ച് നോക്കുക. ഇതിൻ്റെ നമുക്ക് സംശയമുള്ള സ്പെയറിലേക്ക് മുട്ടിച്ച് നോക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് കണ്ടിന്യൂറ്റി കാണിക്കണം, മറ്റൊരു സൈഡിലേക്ക്, അതായത് ആദ്യം ഇവിടെ വെച്ച പ്രോബ് അല്ലാതെ മറ്റേ പ്രോബ് എടുത്ത് ഇവിടെ വെച്ച് തിരിച്ച് വെച്ച് നോക്കുമ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കുകയും ചെയ്യരുത്. അതായത് ഒരു ഡയോഡിൻ്റെ വാല്യൂ എങ്ങനെ കാണിക്കും അതുപോലെ കാണിക്കുകയാണെങ്കിൽ ആ കോണ്ടാക്റ്റാണ് ചാർജിങ് പോസിറ്റീവ് കയറുന്ന കോണ്ടാക്റ്റ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൽ ആദ്യം ഒരു ഫ്യൂസാണ് ഇരിക്കുന്നത്, പിന്നെ ഒരു റെസിസ്റ്റർ, പിന്നെ ഒരു 4 കാലുള്ള കുഞ്ഞ് IC, പിന്നെ ഒരു കപ്പാസിറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ ചാർജിങ് ഇൻപുട്ടായിട്ട് പോകുന്നിടത്തുള്ളത്. അതിൽ ആദ്യത്തെ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ഫ്യൂസിൽ കൂടെ കയറി ഇപ്പുറത്ത് വരും. അപ്പോൾ ഫ്യൂസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ പ്രശ്നം കാണിക്കും. ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചില സമയത്ത് ഇതിനപ്പുറത്തോട്ടും കാണിക്കും കേട്ടോ. ഈ 2 പോയിൻറ്റുകൾ ഷോർട്ടായിട്ടുണ്ടാവും, അതായത് നെഗറ്റീവായിട്ട് ഷോർട്ടായിട്ടുണ്ടാവും. അങ്ങനെയുണ്ടെന്നൊരു ഈ ഫ്യൂസ് എടുത്ത് കളയുക. ഈ ഫ്യൂസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള സർക്യൂട്ട് ബ്രേക്ക് ആയല്ലോ. അങ്ങനെയുള്ള കേസാണെന്നൊരു ഫ്യൂസ് റിമൂവ് ചെയ്യുക. അതിപ്പോൾ ഈ ഒരു റിപ്പയർ ചെയ്യുന്ന ആളുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ 2 പ്രോബുകളും മൾട്ടിമീറ്റർ ഇത് പോയിട്ടില്ലെങ്കിൽ പ്രോബുകൾ നോക്കുമ്പോൾ ഷോർട്ടാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ ഫ്യൂസ് തട്ടിക്കളഞ്ഞ് വെച്ച് പുറത്തുനിന്ന് നിങ്ങൾക്ക് ജമ്പർ അടിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഈ റെസിസ്റ്ററാണ്. റെസിസ്റ്ററിൻ്റെ ഈ കണക്ടർ വെച്ചേക്കുന്ന സൈഡിലേക്ക് ഈ കണക്ഷൻ കയറുന്നുണ്ട്. പിന്നെ ഈ 4 ലെഗുള്ള IC ആണ്. 4 ലെഗുള്ള IC ഷോർട്ടാകാൻ സാധ്യതയുള്ളതാണ്. ഷോർട്ടായാൽ അത് റിമൂവ് ചെയ്ത് മാറ്റി വയ്ക്കാം, പുറത്ത് മാറ്റി വെച്ച് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഈ IC ഷോർട്ടായാലും ഈ 2 പോയിൻറ്റുകളിൽ തമ്മിൽ ഷോർട്ടിങ് കാണിക്കും. ഈ കപ്പാസിറ്റർ ഷോർട്ടായാലും ഈ 2 തമ്മിൽ ഷോർട്ടിങ് കാണിക്കും. അപ്പോൾ ഈ IC എടുത്ത് പുറത്ത് വയ്ക്കുക. പുറത്ത് വെച്ച് നിങ്ങൾ ചാർജർ കുത്തിയതിന് ശേഷം, ഇപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിലാണെന്നൊരു 2 വയർ കൊടുത്തേച്ച് നിങ്ങൾക്ക് ചാർജർ കുത്തിയതിന് ശേഷം ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിൽ വോൾട്ടേജ് വരണം, അപ്പുറത്തെ സൈഡിൽ വരരുത്. അപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നെഗറ്റീവാണ്, അത് ഈ ഗ്രൗണ്ടിലേക്ക് എർത്തായി പോകും. അതുവഴി നിങ്ങൾക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് വോൾട്ടേജിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ട ചാർജിങ് വോൾട്ടേജ് കിട്ടാതാവും. അതായത് ചാർജ് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് 3.7 തൊട്ട് 4.2 വരെയുള്ള വോൾട്ടേജിനിടയ്ക്കുള്ള വോൾട്ടേജാണ്. അപ്പോൾ അത്ര വോൾട്ടേജ് വന്നാലേ ചാർജിങ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയർ ജമ്പർ വയറുകൾ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം ഒരെണ്ണം ഈ ചാർജിങ് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ എർത്തിലേക്ക് കൊടുക്കുക. ഇതിൻ്റെ കണക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ പോസിറ്റീവ് എന്ന്. ഇപ്പോൾ കണക്ഷൻ നോക്കിയാൽ മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഈ 2 ചാർജിങ് കണക്ടറിലെ 2 പിന്നുകളിൽ ഒരെണ്ണം ഇച്ചിരി ചെറുതായിരിക്കും. ആ ചെറുതായിരിക്കും പോസിറ്റീവ്. ഇച്ചിരി കട്ടിയുള്ള പിന്ന് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നോക്കിയാലും മനസ്സിലാകും നിങ്ങൾക്ക്. ഈ സൈഡിലത്തെ പിന്നാണ് പോസിറ്റീവ്, ഈ സൈഡിലെ ആദ്യത്തെ. ഇങ്ങേ സൈഡിലത്തെ നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെഗറ്റീവ് ഇങ്ങോട്ട് ജമ്പർ ചെയ്ത് കൊടുക്കാം. പോസിറ്റീവ് എങ്ങോട്ടാണ് കയറുന്നത് ഓരോ മൊബൈലിനും വ്യത്യാസമായിരിക്കും. ഇവിടെ ഈ ICയുടെ തൊട്ട് താഴെയുള്ള
റെസിസ്റ്ററിൻ്റെ ലെഗിലേക്കാണ് സോൾഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് ഇവിടെ വന്നേച്ച് ചെറുതായിട്ട് ലീക്കായി ഒരു അര വോൾട്ടേജ് കുറഞ്ഞാണ് വരുന്നതെങ്കിൽ അര വോൾട്ടേജ് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന നമുക്ക് ബാറ്ററിക്ക് വേണ്ട വോൾട്ടേജ് കിട്ടത്തില്ല. അപ്പോൾ ചാർജിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ സൈഡിൽ കാണിക്കാൻ പാടില്ല, അപ്പുറത്തെ സൈഡിൽ കാണിക്കണം. പിന്നെ സാധാരണ വരാറുള്ളത് ഈ 4 ലെഗുള്ള IC ഷോർട്ടാകാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാർജിങ് കണക്ഷനുകൾ ചെക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഇത് വേറൊന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. കണ്ടിന്യൂറ്റി ചെക്ക്, സ്പെയറുകൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടും കാര്യങ്ങളും ഒക്കെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ സ്പെയറുകൾ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്നുള്ള വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ നല്ല വീഡിയോകൾ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞേക്കുന്ന വീഡിയോകളുണ്ട്. ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.